അങ്ങനെ ഞങ്ങൾ ബീജിംഗ്, അതായത് ചൈനയിലെ ക്യാപിറ്റലിലെ ഞങ്ങളെ 3-ാമത്തെ ദിവസമാണ്. ഞാൻ പുറത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നടക്കുന്നു. ഇന്ന് ഞങ്ങൾ ബീജിങ്ങിൽ നിന്നും ഷാങ്കായിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളും കൂടി കാണാനുണ്ട്. അതായത് ഇവിടുത്തെ ഒരു ഫ്രീഡം സ്ക്വയർ, പിന്നെ മാവോ എന്ന് പറഞ്ഞ റിപ്പബ്ലിക് പാർട്ടി ഓഫ് ചൈന എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ ഫൗണ്ടർ, അത് തുടങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ മുസോളിയം, അതായത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി എടുത്ത് വെച്ചിരിക്കുന്ന സ്ഥലം. അതുപോലെ ഞങ്ങൾക്ക് ഫോർബിഡൻ സിറ്റി, ഇവിടെയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അതിനു മുന്നേ ഞാനും എൻ്റെ സഹയാത്രികളും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ഇന്നത്തെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ളൊരു സമയം തന്നെയാണ് ഇപ്പോൾ. നിങ്ങൾക്ക് കാണാമല്ലോ ട്രാഫിക്കിൻ്റെ ഒരു വലിയൊരു പാത ട്രാഫിക്കിൽ മുങ്ങി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയ ഫ്ലാറ്റുകളും മറ്റുമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ ബസ് ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ ഇറങ്ങി നടത്തം തുടർന്നു. ആദ്യം ഞങ്ങൾ പോകുന്ന ടിന്നമെൻ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ക്വയറിലേക്കാണ്. അത് ഇവിടുത്തെ ഒരു ഫ്രീഡം സ്ക്വയറാണ്. എന്തെങ്കിലും റിവോൾട്ട്, അതായത് എന്തെങ്കിലും ഒരു സ്ട്രൈക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്ക്വയറും, പോരാത്തതിന് അവിടെ ആർമികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെമ്മറി പോലുള്ളൊരു ശിലാസ്ഥാപനമാണ് അവിടെയുള്ളത്. അങ്ങോട്ടേക്കുള്ള കാഴ്ചയിലേക്കാണ് ഞങ്ങൾ നടക്കുന്നത്. കുറച്ചധികം നടക്കാനുണ്ട്. ഇതാണ് ഞങ്ങൾ പോകുന്നതിൻ്റെ ക്യൂ. മുന്നിൽ ഞങ്ങളുടെ ഒരു സഹയാത്രിയാണ് ഇപ്പോൾ ഞങ്ങളുടെ നമ്മളെ ഗ്രൂപ്പിൻ്റെ കൊടി പിടിച്ചിരിക്കുന്നത്. ഓരോരുത്തരും കൂടെ നിന്ന് വീഡിയോയും മറ്റും എല്ലാം എടുക്കുന്നു. ഞാൻ ഇവിടുത്തെ ജനത്തിരക്കിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. ഇഷ്ടംപോലെ ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും അപ്പുറത്തേക്ക് കടന്നിട്ട് വേണം ഞങ്ങൾക്ക് ആ സ്ക്വയറിലേക്ക് എത്താൻ. ഇതൊരു അണ്ടർഗ്രൗണ്ട് പാസേജാണ്. ഇതിൻ്റെ അടിയിലൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഹർഷീൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഞങ്ങളുടെ ടൂർ ഗൈഡ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീഡം സ്ക്വയർ. ഇവിടെ നിന്ന് ഫോർബിഡൻ സിറ്റിയിലേക്കും ഇവിടെ നിന്ന് തന്നെ മാവോയുടെ മൊസോളിയത്തിലേക്കെല്ലാം അടുത്തടുത്താണ്. ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് ചൈനയുടെ. ഇതാണ് ഫോർബിഡൻ സിറ്റി. ഇവിടെ ഒരു കാവലാൾ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് അവർ ചേഞ്ച് ചെയ്യാറുണ്ട് ആൾക്കാർ ടൈമിനനുസരിച്ച്. ഇതാണ് ഈ ഞാൻ പറഞ്ഞ സോൾജേഴ്സിന് വേണ്ടിയുള്ള ഒരു ശിലാസ്ഥാപം. ഇത് വന്നിട്ട് മാവോ എന്ന് പറഞ്ഞ ഫൗണ്ടർ ഓഫ് റിപ്പബ്ലിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടറുടെ മുസോളിയമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരം വെച്ചിരിക്കുന്ന സ്ഥലം, മരണത്തിന് ശേഷമുള്ള ആ ഒരു ബിൽഡിങ്ങാണത്. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കിടക്കുന്നില്ല. നല്ല തിരക്കാണ്, അതിൻ്റെ അകത്തേക്ക് പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സ്ക്വയറിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ കുട്ടികളെല്ലാം ഒത്തുചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എല്ലാം എടുക്കുന്നു. ഇത് നമ്മൾ മ്യൂസിയം വീണ്ടും കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ദൂരെ ചൈനയുടെ കൊടി ഇങ്ങനെ പാറുന്നു. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നു. മറുഭാഗത്ത് കാണുന്നത് വർണ്ണശബലമായ പൂക്കളെ കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഉദ്യാനം പോലെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. ചിലരൊക്കെ കുടയെല്ലാം ചൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഈ അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഫോർബിഡൻ സിറ്റിയിലേക്ക് എത്താൻ. ഞങ്ങളങ്ങനെ വേറൊരു അണ്ടർപാസിൻ്റെ ഇതിലൂടെ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ അണ്ടർപാസുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രാഫിക്കിൽ നിന്നും എത്രയോ രക്ഷപ്പെടാൻ കഴിയും. ഏതൊരു രാജ്യത്തിനും സമയം എന്ന് പറയുന്ന ഒരു സാധനം സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനത്തെ അണ്ടർപാസ്
അണ്ടർവൈസ് എന്തായാലും വേണം. കാരണം നമുക്ക് വാഹനങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ വാഹനങ്ങളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഇതാണ് ഫോർബിഡൻ സിറ്റികളിലെ ഉള്ളിലേക്ക് കടക്കാനുള്ള കവാടം. ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഈ രൂപമാണ്, അല്ലെങ്കിൽ ആ പിക്ചറാണ് മാവോയുടെ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ചെറുതായി മഴ പെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയില്ല. കുറേശ്ശെ ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് മഴത്തുള്ളി വീഴുമ്പോൾ ഞാൻ എൻ്റെ ക്യാമറയുടെ ലെൻസെല്ലാം തുടച്ചുകൊണ്ടാണ് വീണ്ടും ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ എൻട്രൻസിൻ്റെ കവാടം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കവാടം തന്നെയാണ്. ഇത് ഏറ്റവും പുരാതനമായൊരു ഇമ്പീരിയൽ പാലസാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 500 വർഷം മുന്നേ ഉണ്ടാക്കിയ ഒരു ഇമ്പീരിയൽ പാലസാണ്. അതായത് മിങ് ആൻഡ് കിങ് ഡൈനാസ്റ്റി അവർ ആ ഒരു കാലഘട്ടത്തിലുണ്ടാക്കിയ 1420 മുതൽ 1912 വരെ രാജഭരണം, രാജകുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ഥലം. 1000 ബിൽഡിംഗ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. 1000 ബിൽഡിങ്ങിൽ 9000 മുറികളാണ് ഇതിനകത്തുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചൊരു കൊട്ടാരം പോലെയല്ല. ആദ്യം ഒരകത്തളം, അവിടെ നിറച്ച് ഒരു ബിൽഡിംഗ്, പിന്നെ ഉള്ളോട്ട് പോകുമ്പോൾ ഒരകത്തളം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം വരുന്നത്. ഇതിൽ ആദ്യം സാധാരണക്കാർക്ക് കയറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വലിയ മതിലുകൾ, നമ്മൾ പുറത്തുനിന്ന് കണ്ടല്ലോ, വലിയ മതിലുകളും മറ്റുമാണ് പണിത് വെച്ചിട്ടുണ്ടായിരുന്നത്. രാജകുടുംബത്തിന് മാത്രമേ ഉള്ളോട്ടുള്ള പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1925 പുയി എന്ന അവസാനത്തെ രാജഭരണം കൂടി കഴിഞ്ഞ ശേഷം ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു. ഇതൊരു പാലസ് മ്യൂസിയമായി മാറുകയായിരുന്നു. ഇപ്പോൾ ഇത് ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത് 1406 മുതൽ 1420 വരെ ഈ കാലഘട്ടത്തിനുള്ളിലായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇത് എന്ന് പറയുന്നത് ഈ ഒരു ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു 24 രാജകുടുംബങ്ങൾക്ക്, അവരെ സർവൻസ്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു കെട്ടിടമായിരുന്നു. അതായത് 1368 മുതൽ 1644 വരെ മിങ് ഡൈനാസ്റ്റിയും 1644 മുതൽ 1911 വരെ കിങ് ഡൈനാസ്റ്റിയും തമ്മിൽ അവർ വന്ന് താമസിച്ചിരുന്ന ഒരു സ്ഥലം. വളരെ വലിയൊരു, അതായത് ഏറ്റവും നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും പുരാതനമായൊരു ഇമ്പീരിയൽ പാലസ് കോംപ്ലക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 1000കണക്കിന് ജനങ്ങളാണ് ഇവിടെ ഡെയിലി വന്നിട്ട്, ദിവസേന വന്നിട്ട് ഇവിടെ കാണുന്നത്. ഇങ്ങനെ കുറേ പേർ ചൈനയുടെ പുരാതന വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ചൈനക്കാരാവാം, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാവാം. കുറേ പേര് ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചിങ്ങനെ പോകുന്നു. മഴയ്ക്ക് ഒട്ടും കുറവുമില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടത്തം തുടർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു നടുമുറ്റം, അതിന് നിറച്ചും അതിന് അറ്റത്തായിട്ടൊരു കുറേ ബിൽഡിംഗ്. അതായത് നമ്മളുടെ നടുമുറ്റം ഉള്ള ഒരു വീട് സങ്കല്പിക്കുക. വീണ്ടും നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു മുറിയിലേക്കല്ല, പകരം അടുത്തൊരു നടുമുറ്റമുള്ളൊരു ഒരു വീടിൻ്റെ ഭാഗം, വീണ്ടും ഒരു നടുമുറ്റമുള്ളൊരു വീടിൻ്റെ ഭാഗം, അങ്ങനെയാണ് ഈ ഫോർബിഡൻ സിറ്റി പണിതിരിക്കുന്നത്. പച്ചപ്പും മറ്റുമെല്ലാം ഇതിൻ്റെ അടുത്ത് കാണാം. മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. പുറത്ത് കുറച്ച് സുവനീർ ഷോപ്പുകളും മറ്റുമെല്ലാം കാണാം. ഇതാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ കവാടം. കുറേ കുട്ടികൾ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഇവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം പഠിക്കാനായി സ്കൂളിൽ നിന്നും വന്ന കുട്ടികളാണ്. ഞങ്ങൾ കുറച്ച് പേരും കൂടി ഞങ്ങളുടെ കൂടെയുള്ളവർ വരാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്. അവർ വന്നിട്ട് ഞങ്ങൾ
പോകാനുള്ള ഒരുക്കത്തിലേക്ക് നിൽക്കുകയാണ്. ഇവിടെ കുട്ടികളിങ്ങനെ പോകുന്നു. കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് എൻ്റെ ക്യാമറ കാണുമ്പോൾ ചിലർക്കൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ കൂടെ വന്നവർ കുറച്ച് പേർ ഇതേപോലെ ചൈനയുടെ തനത് വസ്ത്രം എടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി മുന്നോട്ട് യാത്രയായി. മഴ ലേശം കുറവുണ്ട്, എങ്കിലും മുഴുവനായി മാറിയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിലെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇനി ഞങ്ങളുടെ അടുത്ത കാഴ്ച പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇനി ലഞ്ചിനുള്ള ടൈമാണ്. ലഞ്ച് കഴിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ബീജിങ്ങിനോട് യാത്ര പറഞ്ഞ് ഷാങ്ഹായിലേക്ക് ഇവിടുത്തെ ഒരു സ്പീഡ് ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഉള്ള കാഴ്ചകൾ ഈ ഒരു ചൈനീസ് പഴയ ആൻഷ്യൻ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആൾക്കാരിങ്ങനെ നിൽക്കുന്നതാണ് കാഴ്ച. പലരും അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഈ ഫോർബിഡൻ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പല സുവനീർ ഷോപ്പുകളിലേക്കൊക്കെ പോകുന്നു. ഇതെല്ലാം അവർ ചിലപ്പോൾ വാങ്ങിയ ഡ്രസ്സും ആയിരിക്കില്ല, വാടകയ്ക്ക് എടുത്ത ഡ്രസ്സുകളായിരിക്കാം. ഇവിടെ അത് ഇഷ്ടം പോലെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാനങ്ങനെ ഓരോരോ ചിത്രീകരണങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ചില ഷോപ്പുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെയൊക്കെ ഈ വസ്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. 1 മണിക്കൂറിന് ഇത്ര അല്ലെങ്കിൽ 2 മണിക്കൂറിന് ഇത്ര എന്ന് പറഞ്ഞിട്ടുള്ള വാടകകളുണ്ടാവാം. ആളുകൾക്കിതെല്ലാം ഒരു കൗതുകമാണല്ലോ. ഞാൻ ആലോചിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതേപോലെ വേണമെങ്കിൽ ഒരു സിസ്റ്റം തുടങ്ങാം. നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാരി, കേരള സാരി അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും ധരിപ്പിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഇംഗ്ലീഷുകാരൊക്കെ ഷർട്ടും മുണ്ടും ധരിച്ചുകൊണ്ട് അവിടുന്ന് വരുന്ന സ്ത്രീകളെല്ലാം നമ്മളെ കേരള സാരി എല്ലാം ഉടുത്തുകൊണ്ട് ഇതിലൂടെ നടക്കുന്നതും അവർക്കൊരു എത്ര രസമുള്ള കാര്യമായിരിക്കും. നമ്മുടെ ടൂറിസത്തിന് ഒരു വരുമാനമാകും. 1 മണിക്കൂറിന് ഇത്ര പൈസ എന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 100 1000 പേര് വന്നു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. ഇത് ഇവിടുത്തെ ചൈനയിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഇനി പോകാനുള്ളത്. ഞങ്ങളുടെ ലഗേജ് എല്ലാം ഞങ്ങളുടെ വണ്ടീൻ്റെ ഉള്ളിലാണ്. കയ്യിലെടുക്കാവുന്ന ലഗേജ് മാത്രം എടുത്തുകൊണ്ടാണ് എല്ലാവരും നടക്കുന്നത്. ഞങ്ങളങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. റെസ്റ്റോറൻറ്റ് കുറച്ചൊന്ന് തള്ളിയിട്ടാണ്, അതായത് ടൗണിൽ നിന്ന് കുറച്ചും കൂടി തള്ളിയിട്ടാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. തനത് ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ പല സാധനങ്ങളും വിൽക്കുന്നുമുണ്ട്. ഓരോരുത്തർക്കും ഒരു 5 പേര് 6 പേർക്ക് ഇരിക്കാവുന്ന ചെറിയൊരു ക്യാബിൻ പോലെയാണ്. അവിടെ വന്നിട്ട് നമുക്ക് ടേബിളിൽ സാധനം എത്തിച്ചു തരും, ഭക്ഷണം എത്തിച്ചു തരും. നമ്മളത് എടുത്ത് കഴിക്കാം. ഞാനും ഒരു ഇടം കണ്ടുപിടിച്ചു, അവിടെ ഇരുന്നു. ഇതെല്ലാമാണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത്. ചോറുണ്ട്, ചെറിയ ഫ്രൈസുണ്ട്. അത് മീനാണ് ബ്രോസ്റ്റ് ചെയ്തിട്ടുള്ള. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പലരും ലഗേജ് എല്ലാം തള്ളിക്കൊണ്ട് പോകുന്നു. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ ഞങ്ങൾക്ക് പോകാനുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നല്ല ബഹുത്തരമായ മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണിത്. നല്ല തിരക്കുമുണ്ട്. അതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും പ്രത്യേകത. നമ്മുടെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷനായിട്ട് കമ്പയർ ചെയ്യരുത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ അത്ര മനോഹരതയാണ്. ഇവിടെ ബിസിനസ് ക്ലാസ് ലോഞ്ചും മറ്റുമെല്ലാം ഉണ്ട്. ഞങ്ങൾ ഇവിടെ തൽക്കാലം ഒരു സ്ഥാനം കണ്ടുപിടിച്ച് അവിടെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ് ട്രെയിനിന്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ചപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ നമുക്ക് എയർപോർട്ട് തുല്യമായ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. SMVT റെയിൽവേ സ്റ്റേഷനാണെന്നാണ് എൻ്റെ ഓർമ്മ. മറ്റൊന്നുണ്ടായിരുന്നത് ഭോപ്പാലിലായിരുന്നു. അപ്പോൾ നമ്മളെ ഒരു 2 റെയിൽവേ സ്റ്റേഷൻ ഇത്രയും ബഹുത്തരമല്ലെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയായും എയർപോർട്ടിന് തുല്യമായ 2 റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇന്ത്യയിൽ കണ്ടത് അവിടെ 2 സ്ഥലത്താണ്.
ഇതായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ പോകാനുള്ളത്. എല്ലാവരും ലഗേജ് എല്ലാം പെട്ടെന്ന് എടുത്തു ഉള്ളിൽ കയറ്റി. കാരണം അധിക നേരം ട്രെയിൻ ഇവിടെ നിർത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഫാസ്റ്റായിട്ടാണ് ഉള്ളോട്ട് കയറിയത്. ഇത് സൂപ്പർ സ്പീഡ് ട്രെയിനാണ്. പക്ഷേ ഏറ്റവും ഇതിലെ രസം എന്തെന്ന് വെച്ചാൽ ഇതിലിരുന്ന് പോകുമ്പോൾ നമുക്കൊരു കുലുക്കമോ ഒന്നും അറിയില്ല. അവിടെ ഒരു നെയിം ബോർഡ് ഉണ്ട്, നമ്മൾ എത്തുന്ന സ്ഥലവും എല്ലാം കാണിച്ചുകൊണ്ട്. അങ്ങനെ ട്രെയിൻ മുന്നോട്ട് യാത്ര തുടർന്നു. ഇതെല്ലാമാണ് പുറമേത്തെ കാഴ്ചകൾ, ഫ്ലാറ്റുകളും മറ്റും. ഈ ട്രെയിനിലിരിക്കുമ്പോൾ ഞാൻ അനുഭവപ്പെട്ട ഒരു കാര്യം, ഈ ട്രെയിനിൻ്റെ ഒരു വേഗത ഞാൻ അറിഞ്ഞത്, ഇതേ വേഗത്തിലുള്ളൊരു ട്രെയിൻ ഓപ്പോസിറ്റ് ട്രാക്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഈ ട്രെയിനൊരു ജർക്കിംഗ് വന്നു എന്ന് പറഞ്ഞാൽ ഒരു 4 സെക്കൻഡോ 5 സെക്കൻഡോ ശരിക്കും കടന്ന് കുലുങ്ങുമായിരുന്നു. അതിലൂടെ മനസ്സിലായി എത്രത്തോളം സ്പീഡിലാണ് ഈ ട്രെയിൻ പോകുന്നതെന്ന്. മുന്നോട്ട് പോകുമ്പോൾ പുറത്തുള്ള കാഴ്ചകളെല്ലാം ഇങ്ങനത്തെ പാടങ്ങളും മറ്റുമാണ്. അത് കഴിഞ്ഞ് മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെയും ഇതേപോലെ സ്പീഡ് ട്രെയിൻസാണ് അധികം എല്ലായിടത്തും കാണുന്നത്. ശരിക്കും ചൈനയ്ക്ക് ഈ സ്പീഡും പോരാ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഏകദേശം 400 അല്ലെങ്കിൽ 460 കിലോമീറ്റർ സ്പീഡിലാണ്. ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് അവർ ഇതിനേക്കാൾ സ്പീഡിലൊരു ട്രെയിൻ ഇറക്കുകയാണ്. 500-560 കിലോമീറ്റർ സ്പീഡ് പെർ അവറിൽ ഓടുന്ന. അപ്പോൾ അവിടെയൊക്കെ അത്രയ്ക്കും ആധുനികത്വമായ ട്രെയിനും മറ്റും എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. നമ്മളിന്നും നമുക്ക് വന്ദേ ഭാരത് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വന്ദേ ഭാരതോളം മതിയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടുന്ന് തിരുവനന്തപുരം വരെ എത്താൻ വന്ദേ ഭാരതിൽ കയറിയാലും എങ്ങനെ നോക്കിയാലും 4-5 മണിക്കൂർ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എത്താവുന്ന ഡെസ്റ്റിനേഷൻ, അവിടേക്ക് എത്താൻ പറ്റുന്ന റെയിൽവേ പാളവും ട്രാക്കും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനും എല്ലാം വേണ്ടേ? അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളും നോക്കിയിരിക്കുന്നു. അവസാനം ഞങ്ങൾ ഷാങ്ഹായിലേക്ക് എത്തി ഞാൻ താഴോട്ട് പോകുമ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. എസ്കലേറ്റർ വഴി ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഇതാണ് ഷാങ്ഹായിലെ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളെല്ലാവരും നടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ എസ്കലേറ്റർ കയറി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിലൂടെ മെട്രോ എല്ലാം പോകുന്ന പാളങ്ങൾ കാണാം. കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ. പലരും ഇവിടെയും സൈക്കിളും മറ്റുമാണ് ഉപയോഗിക്കുന്നത് യാത്രയ്ക്ക് വേണ്ടി. ഇതാണ് ഞങ്ങളുടെ ബസ്. ആ കൊടി പിടിച്ച് നിൽക്കുന്നതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഗൈഡ്. ഞങ്ങളുടെ ബെയ്ജിങ്ങിലെ ഗൈഡ് മാറി ഇപ്പോൾ ഇവിടുത്തെ പുതിയ ഗൈഡാണ് ഇത്. അങ്ങനെ ലഗേജെല്ലാം ഞങ്ങൾ അവിടെ ബസ്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടരുമ്പോൾ അതായത് ഈ സിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റുമെല്ലാം ഗൈഡ് അവിടെ നിന്ന് പറയുകയുണ്ടായിരുന്നു. ഏകദേശം 7:50 രാത്രിയാവാനായി. അതാണ് അവരുടെ സമയം കാണിക്കുന്നത്. എങ്കിലും ഇവിടെ വെളിച്ചം കുറഞ്ഞിട്ടില്ല. അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട്. ഞങ്ങൾ ഇനി പോകുന്നത് ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യും. മനോഹരമായ ഫ്ലാറ്റുകളും മറ്റുമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. രാത്രിയിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ഇവിടുത്തെ. ഇതൊരു ഹോട്ടലോ മറ്റോ ആണ്, അതോ അമ്യൂസ്മെൻറ്റ് പാർക്കോ അങ്ങനെന്തോ ആണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും മറ്റും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്.
ഇവിടെ ബലൂൺ രൂപത്തിൽ ഇങ്ങനെ പലതും തൂക്കിയിട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഡൽഹി ദർബാർ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഡൽഹി ദർബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ഡൽഹിക്കാരൻ്റെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ വല്ല ബംഗ്ലാദേശികളുടെയോ നേപ്പാളുകാരുടെയോ ഒക്കെ ആയിരിക്കാം ഇതിൻ്റെ ഓണർഷിപ്പ്. ഇതെല്ലാമാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് രാത്രി കഴിക്കാനുള്ളത്. ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ബസ്സിലേക്കാണ് ഇനി പോയി കയറുന്നത്. നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ദിനം ഒരു നീണ്ട യാത്രയായിരുന്നു. ബീജിങ്ങിലെ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി ഞങ്ങൾ ഇവിടെ എത്തി, ഷാങ്ഹായിലെത്തി. ഇനി ഞങ്ങൾ ഹോട്ടലിലേക്കാണ് പോകുന്നത്. രാത്രി വളരെ മനോഹരമായിട്ട് പാർക്കുകളെല്ലാം ലൈറ്റിംഗ് ചെയ്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ. ഇതാണ് ഞങ്ങൾ ഇന്ന് തങ്ങാൻ പോകുന്ന ഹോട്ടൽ. ഹാംപ്ടൺ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇത് ഹിൽട്ടൻ്റെ ഹോട്ടലാണ്. എല്ലാവരും അകത്തേക്ക് കയറി ഇവിടുന്ന് കീ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോവാണ്. വെൽക്കം ടു ഹാംപ്ടൺ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഹോട്ടലാണ്. ഇതാണ് എൻ്റെ മുറി. ഞാൻ മുറിയിലേക്ക് പ്രവേശിച്ചു. ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല മുറിയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഉറക്കം മുറിയിലേക്ക് കിടത്തി വെച്ചു.